ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ലീവുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി ചായയൊക്കെ കൂടി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനിതാ വേഗം തന്നെ ഇതാ മുറ്റൊക്കെ ഒന്ന് അടിച്ചു വാരുകയാണേ. അപ്പോൾ ലീവായതുകൊണ്ട് തന്നെ നമ്മൾ പണിയൊക്കെ സാവധാനത്തിലൊക്കെ തന്നെ ഉണ്ട് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് ലീവാകുമ്പോൾ പിന്നെ കുറേ പണികൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അല്ലറ ചില്ലറ കുറേ പണികൾ ഉണ്ടാവില്ല. അപ്പോൾ എല്ലാ വീട്ടമ്മമാരും അങ്ങനെ തന്നെ ആവില്ലേ, ജോലിക്കൊക്കെ പോണ വീട്ടമ്മമാരാണെന്നുണ്ടെങ്കിൽ ലീവുള്ള ദിവസം എന്തെങ്കിലുമൊക്കെ ആയിട്ട് പണി ഉണ്ടാവില്ലേ. അതേപോലെ തന്നെ നമുക്കും തന്നെ കുറേ പണികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാതൊന്നും വീഡിയോ എടുത്തിട്ടില്ല, കുറച്ചൊക്കെ അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുക്കിംഗ് ഒന്നുമില്ല കേട്ടോ, ക്ലീനിങ് ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ചോറൊക്കെ പിന്നെ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ കൂട്ടാനൊക്കെ നമുക്ക് പിന്നെ മീനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇന്ന് കുക്കിംഗ് ഒന്നുമില്ല. പിന്നെ നമ്മൾ വൈകുന്നേരം പിന്നെ നമ്മൾ ഇവിടുത്തെ ഉമ്മാൻ്റെ കൂടെ ഒരു യാത്ര പോകുന്നുണ്ട് കേട്ടോ. ഉമ്മാൻ്റെ ആങ്ങളമാരെ വീട്ടിലേക്ക് പോകുന്നുണ്ട് വൈകുന്നേരം. അപ്പോൾ പിന്നെ നമ്മൾ ഫുഡ് നമ്മൾ വൈകുന്നേരം പുറത്തുനിന്ന് കഴിക്കാമെന്നാട്ടോ വിചാരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഉച്ചക്ക് വലിയ കുക്കിംഗ് ഒന്നുമില്ല കേട്ടോ. മീനൊക്കെ പിന്നെ ഉണ്ട്. അപ്പം അങ്ങനെ കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. അപ്പം അങ്ങനെ ഞാനിതാ മുറ്റൊക്കെ അടിച്ചൊരു കഴിഞ്ഞ ശേഷം എന്താ വേഗം തന്നെ ഇതാ സിറ്റൗട്ടൊക്കെ ഒന്ന് അടിച്ചു വാരുകയാണേ. അപ്പോൾ എത്ര തിരക്ക് പിടിച്ച വീട്ടമ്മമാരാണെങ്കിലും നമ്മൾ രാവിലെ തന്നെ നമ്മൾ വീടും പരിസരമൊക്കെ ഒന്ന് പെട്ടെന്ന് വൃത്തിയാക്കിയിട്ടാൽ നമുക്ക് നല്ലൊരു സമാധാനമാണില്ല. അപ്പോൾ എനിക്കും അങ്ങനെ തന്നെയുണ്ട്. അപ്പോൾ ഞാൻ വേഗം മുറ്റടിച്ചൊരിട്ട് പിന്നെ വേഗം തന്നെ അകൊക്കെ ഒന്ന് അടിച്ച് വാരി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ഇനി ആരെങ്കിലും പെട്ടെന്ന് വന്നാലും നമുക്കൊരു ടെൻഷനും ഉണ്ടാവില്ലല്ലോ. ഇനി തുടച്ചെടുത്തിട്ടില്ലെങ്കിലും ഒന്ന് അടിച്ച് വാരിയിട്ടാൽ തന്നെ വീട് നല്ലൊരു വൃത്തിയായിട്ട് നിൽക്കില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയുണ്ട് ചെയ്യൽ. അപ്പം അങ്ങനെ സിറ്റൗട്ടൊക്കെ അടിച്ചു കഴിഞ്ഞ ശേഷം പിന്നെ ഞാനെന്താ വേഗം തന്നെ റൂമൊക്കെ ഒന്ന് അടിച്ചു വരികയാണ്. അപ്പോൾ നമ്മൾ വീട് എപ്പോഴും നല്ല വൃത്തിയായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തട്ടിക്കൂട്ട് ക്ലീൻ ചെയ്യാതെ നമുക്ക് നല്ല ആരോഗ്യവും സമയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും നല്ല രീതിയിൽ തന്നെ ഡീപ്പ് ക്ലീൻ ചെയ്യാനായിട്ട് നല്ലത്. അപ്പോൾ നമ്മൾ എല്ലാ സമയമൊന്നും ഒരു അവിടെ ഇവിടെയുള്ള ഒരു ക്ലീനിങ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ വീട് പെട്ടെന്ന് തന്നെ ഒരു വൃത്തിയില്ലാത്ത പോലെ ആവട്ടെ. അപ്പോൾ ഞാൻ സമയം കിട്ടുന്ന സമയത്തൊക്കെ നല്ല രീതിയിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് നല്ല ഡീപ്പ് ക്ലീൻ തന്നെ ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്താൽ പിന്നെ നമുക്ക് വല്ലാതെ നല്ല ഭാരത്തിലുള്ള ക്ലീനിങ്ങിൻ്റെ ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ സമയം കിട്ടുന്ന സമയത്തൊക്കെ അങ്ങനെ തന്നെ ചെയ്യലുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വയ്യാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിനനുസരിച്ച് ചെയ്യും കേട്ടോ. അപ്പോൾ അല്ലാതെ നമ്മൾ ഇന്നത്തെ ദിവസം ചെയ്യണില്ല, എല്ലാം ഒരുമിച്ച് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെച്ചാൽ നമുക്ക് മടിയാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം കുക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കുറേ അലക്കാനൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഡ്രസ്സൊക്കെ മടക്കി വെക്കാനും അങ്ങനെ ലീവും കൂടി ആയതുകൊണ്ട് കുറേ പണി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ എന്തായാലും റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കുന്ന വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് വീഡിയോകളും എടുത്തിട്ട് അപ്പോൾ എല്ലാതും കൂടെ വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോൾ പിന്നെ സമയം ഉണ്ടാവില്ല കേട്ടോ.
അപ്പം നമ്മുടെ വീട്ടിൽ നമുക്കുള്ള സന്തോഷം സമാധാനമൊക്കെ നമ്മൾ തന്നെയാണ് കണ്ടെത്തേണ്ടത്. അപ്പം നമ്മളെ വീട് പരന്ന് വൃത്തിയില്ലാതെ ഇട്ടാൽ നമുക്ക് ആ വീട്ടിൽ നിൽക്കാൻ തന്നെ ഒരു ഇതുണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ വൃത്തിയില്ലാതെ നിൽക്കുന്ന റൂമിക്ക് നമുക്ക് കയറി വരുന്നതും അതേപോലെ തന്നെ നല്ല വൃത്തിയായിട്ടുള്ള റൂമിക്ക് കയറി വരുമ്പോഴും നമ്മൾ മനസ്സിനുള്ള ആ ഒരു സന്തോഷം അതൊരു വേറെ തന്നെയാണല്ലേ. അപ്പോൾ നമ്മളെപ്പോഴും നമുക്ക് കഴിയുന്ന പോലെ നമ്മളെപ്പോഴും വൃത്തിയാക്കാൻ നോക്കട്ടെ. അപ്പോൾ ഞാൻ കിട്ടുന്ന സമയത്തൊക്കെ അങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ മഴയൊക്കെ പെയ്ത് മണ്ണൊക്കെ ഒന്ന് അടങ്ങിയതുകൊണ്ട് വലിയ പൊടിയും ചളിയൊന്നും ഇല്ല കേട്ടോ അകത്ത് കൂടെ ഒന്നും. പിന്നെ പോലെ വല്ലാതൊന്നും ചളി ആക്കലില്ല കേട്ടോ, വല്ലാതൊന്നും പുറത്തു കൂടെ കളിക്കലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ചളിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് എവിടേക്കെങ്കിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലത്തെ പണിയൊക്കെ ഒരുക്കിയിട്ട് അതേപോലെ തന്നെ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോയി വന്നാൽ പിന്നെ നമുക്ക് ഫുഡ് എടുത്ത് കഴിക്കുകയും ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് നല്ല സമാധാനമായിട്ട് തന്നെ നമ്മൾ വീട്ടിലിരിക്കട്ടോ. അല്ലാതെ നമ്മൾ ഫുഡൊന്നും ഉണ്ടാക്കാതെ നമ്മളെ വീട്ടിലത്തെ പണിയൊന്നും കഴിയാതെ നമ്മൾ എലിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വന്നാൽ നമുക്ക് പോയ ക്ഷീണം അതേപോലെ തന്നെ നമുക്ക് ഫുഡ് ഉണ്ടാക്കാനൊരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പോവലുണ്ട്. അപ്പോൾ അങ്ങനെ പോയി വന്നാൽ പിന്നെ നമുക്ക് തോന്നും എല്ലാതും ഉണ്ടാക്കി വെച്ചിട്ട് പോയാൽ മതിയെന്ന് തോന്നൂല. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മളെ ക്ലീനിങ് നമ്മളെപ്പോഴും പെട്ടെന്ന് നല്ല നീറ്റാക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അപ്പം അങ്ങനെ അകൊക്കെ അടിച്ചു വരിയതിന് ശേഷം പിന്നെ ഞാനിതാ വേഗം തന്നെ അകൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ വേഗം തന്നെ മാംഗോ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ഞാൻ മാംഗോൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിട്ട് അപ്പോൾ ഞാൻ വേഗം തന്നെ ജ്യൂസ് ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇപ്പോൾ മാങ്ങക്കാലാണല്ലേ, എല്ലാവരും വീട്ടിലും മാങ്ങ ഉണ്ടാവില്ലേ. അപ്പോൾ എല്ലാവരും മാങ്ങ കഴിച്ച് മടുത്തിട്ടുണ്ടാവില്ലേ. അപ്പോൾ മാങ്ങ കഴിച്ച് മടുത്ത സമയമാണെങ്കിൽ ഇങ്ങനെ ജ്യൂസ് അടിച്ചിട്ടൊന്ന് കുടിച്ച് നോക്കിയിട്ട് അപ്പോൾ നല്ല ടേസ്റ്റാണല്ലേ. മാംഗോ ജ്യൂസ് നല്ല ടേസ്റ്റാണല്ലോ. ഇവിടെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ മാങ്ങ കട്ട് ചെയ്ത് ചെറുതായിട്ട് മിക്സിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ഏലക്കായും പിന്നെ പഞ്ചസാര ഇട്ടിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കയ്യിൽ പാലൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ പാലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ മാങ്ങയൊക്കെ നല്ല ഫൈനായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് അരിച്ചെടുത്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നല്ല തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതൊന്ന് ലൂസാക്കി എടുക്കുകയാണേ. അപ്പോൾ ഈ മാങ്ങ നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഈ മാങ്ങേൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. ജ്യൂസ് അടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ജ്യൂസ് അടിച്ചിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അല്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് മിഷു ഇപ്പം തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. എനിക്കിപ്പം തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ തണുത്ത വെള്ളം കൊണ്ട് തന്നെ എനിക്ക് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജ്യൂസൊക്കെ നല്ല പോലെ തന്നെ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ജ്യൂസൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മിഷുവിന് ഇതൊരു ഗ്ലാസ് എടുത്ത് കൊടുക്കുകയാണേ. പിന്നെ ഞാൻ ബാക്കിയുള്ളത് ഈ ജഗ്ഗിലാക്കിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അങ്ങനത്തെ ജ്യൂസൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ അന്നത്തെ ദിവസം പിന്നെ നമ്മൾ വീട്ടിൽ നമ്മളെ ഉമ്മ വന്നിട്ടുണ്ടായിട്ട്. അപ്പം ഇന്നത്തെ ദിവസം ഉമ്മാൻ്റെ കൂടെ ഒരു യാത്ര പോകാൻ വേണ്ടിയിട്ട് നിൽക്കണം. അപ്പോൾ ഉമ്മാൻ്റെ ആങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ. അപ്പം നമ്മൾ എടക്കര മരുത എന്ന് പറയുന്ന സ്ഥലത്ത് കണ്ടു പോകുന്നത്. അപ്പം ഉമ്മാൻ്റെ ആങ്ങളമാരുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാനും ഹസ്ബൻഡും കുട്ടികളും പിന്നെ ഉമ്മയിട്ടോ, അങ്ങനെ നമ്മൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ കുറേ ആയിട്ട് അങ്ങോട്ട് പോകണമെന്ന് പറയൽ തുടങ്ങിയിട്ട്. അപ്പം നമ്മൾ പിന്നെ സ്കൂളൊന്ന് തുറന്നു കഴിഞ്ഞാൽ പിന്നെ പോക്കൊന്നും നടക്കില്ല. അപ്പോൾ പിന്നെ ഇന്നത്തെ ദിവസം ഇങ്ങനെ പോകാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാ വീട്ടമ്മമാരും വീട്ടിൽ വെറുതെ ഇരിക്കാവൂലേ, മക്കളായാലും എല്ലാവരും ബോറടിച്ചിരിക്കാവൂലേ. അപ്പോൾ നമ്മൾ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങനെയൊന്നും പോകാൻ പറ്റില്ലല്ലേ. അപ്പോൾ സ്കൂൾ തുറക്കുമ്പോഴത്തേന് പിന്നെ ഇവിടെയൊക്കെ പോയി വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം നമ്മളിതാ എടക്കര മരുതലമ്മാൻ്റെ ആങ്ങളുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ടൊന്നും അധികം ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ 2-3 വീടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഫസ്റ്റ് ഒരു വീട്ടിലേക്കാണ് പോയിട്ടുള്ളത്. അങ്ങനെ പിന്നെ നമ്മളവിടെ കുറച്ച് സമയമൊക്കെ അവിടെ നിന്നിട്ട് പിന്നെ നമ്മൾ ഉമ്മാൻ്റെ വേറൊരു ആങ്ങളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളവിടെ എത്തിയപ്പോൾ പിന്നെ നമ്മളെ ഫുഡ് കഴിക്കാതെ വിടൂല കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ നെയ്ച്ചോറും ചിക്കൻ കടായൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മളവിടെ കുറച്ച് സമയമൊക്കെ അവരോടൊക്കെ സംസാരിച്ച് അങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ അത് മിഷുവിന് ഇതവിടെ കമ്പനിക്കൊക്കെ നല്ലൊരാളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മിഷു അങ്ങനെ അവനോട് നല്ല കമ്പനി കൂടി നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിച്ചിട്ട് പോരാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടോ പോന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർ നമ്മളെ നിർബന്ധിച്ച് അവിടെ നിന്ന് തന്നെ ഫുഡൊക്കെ കഴിപ്പിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളങ്ങനെ പെട്ടെന്ന് തന്നെ അത് നമ്മളെ വീട്ടിൽ തന്നെ തിരിച്ച് പോന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ നമ്മൾ വേഗം തന്നെ നമ്മളെ വീട്ടിൽ തന്നെ തിരിച്ച് പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് വന്നപ്പോൾ ഇതാ വീട്ടിൽ നല്ല കാഴ്ചയായിട്ടൊക്കെ കാണുന്നത്. അപ്പോൾ നമ്മൾ പൂച്ച ഇരിക്കുമെന്ന് വിചാരിച്ചിട്ട് ചവിട്ടിയൊക്കെ അത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ പൂച്ച ചവിട്ടിമേൽ തന്നെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ മൂത്രം ഒഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ചില സമയത്ത് പൂച്ചകളൊക്കെ ഇവിടെ മൂത്രം ഒഴിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മളെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.